പരുന്തുംപാറയിലെ വിവാദ കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ച കുരിശ് റവന്യൂ സംഘം പൊളിച്ചുമാറ്റി. ചങ്ങനാശ്ശേരി സ്വദേശി സജിത് ജോസഫ് സ്ഥാപിച്ച കുരിശാണ് പൊളിച്ചുമാറ്റിയത്. പ്രദേശത്ത് 2 മാസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയും മൗനസമ്മതത്തോടെയുമാണ് പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നതെന്നും ആരോപണമുണ്ട്. ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫ് പണിത റിസോർട്ടിനോട് ചേർന്നാണ് കുരിശ് സ്ഥാപിച്ചത്. 3.31 ഏക്കർ സർക്കാർ ഭൂമി സജിത് ജോസഫ് അനധികൃതമായി കയ്യേറി വൻകിട റിസോർട്ട് നിർമ്മിച്ചതായി ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഈ മാസം 2-ന് പരുന്തുംപാറയിൽ കയ്യേറ്റ ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ ജില്ലാ കളക്ടർ പീരുമേട് LR തഹസിൽദാരെ ചുമതലപ്പെടുത്തിയിരുന്നു. ഒപ്പം കയ്യേറ്റ ഭൂമിയിൽ പണികൾ നടത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്താനും നിർദ്ദേശം നൽകിയിരുന്നു. സജിത് ജോസഫിന് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് അവഗണിച്ച കുരിശിന്റെ പണികൾ വെള്ളിയാഴ്ച പൂർത്തിയാക്കി. ഇക്കാര്യം അറിഞ്ഞില്ലെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ പ്രതികരണം. കയ്യേറ്റത്തെ തുടർന്ന് പരുന്തുംപാറയിൽ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. ഇത് അവഗണിച്ചായിരുന്നു കുരിശ് നിർമ്മാണം. സംഭവം വിവാദമായതോടെ റവന്യൂ മന്ത്രി പ്രശ്നത്തിൽ ഇടപെടുകയും കുരിശ് പൊളിച്ചു നീക്കുവാൻ നിർദ്ദേശം നൽകുകയുമായിരുന്നു. പരുന്തുംപാറ, വാഗമൺ എന്നിവിടങ്ങളിൽ നിരോധനാജ്ഞ ലംഘിച്ച് പണി നടത്തിയ 7 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പരുന്തുംപാറ കയ്യേറ്റത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. 2 മാസത്തേക്ക് പരുന്തുംപാറയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയതായും 15 ഉദ്യോഗസ്ഥരെ ഒഴിപ്പിക്കൽ നടപടികൾക്കായി നിയോഗിച്ചെന്നും മന്ത്രി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.